UDF LDF വോട്ടുകളിൽ കണ്ണുനട്ട് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് PV അൻവർ. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനായി മുനമ്പം സമരസമിതിയും നിലമ്പൂരിലെത്തി. റോഷിപാലും അർജുൻ മട്ടന്നൂരും അലി അക്ബർ ഷായും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു. നമുക്ക് ആദ്യം UDF ക്യാമ്പിലേക്ക് പോകാം. അർജുൻ മട്ടന്നൂർ, ഇനിയിപ്പോൾ ഒറ്റ ദിവസം കൂടിയേ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. നാളെ വൈകുന്നേരമാകുമ്പോഴേക്കും കുട്ടിക്കലാശമാണ്. കുട്ടിക്കലാശത്തിന് മുമ്പായി വോട്ടുറപ്പിക്കുന്നതിനായി വിഷയങ്ങൾ മാറി മാറി പരീക്ഷിക്കുകയാണോ? UDFന്റെ അടവും നയവും ഒക്കെ എങ്ങനെ? സുജയ, ഇന്നലെ പ്രിയങ്ക ഗാന്ധി കൂടി മണ്ഡലത്തിലെത്തിയതോടുകൂടി വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. ഇന്ന് പരമാവധി നേതാക്കളെ തന്നെ മണ്ഡലത്തിൽ UDF ഇറക്കിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് തന്നെയാണ് UDF ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് UDF. ഒരു സ്വതന്ത്രൻ എന്ന അപ്പുറത്തേക്ക് PV അൻവറിന് യാതൊരു പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല എന്നതാണ് UDF നേതാക്കൾ പ്രതികരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനും UDF തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാനുള്ള തീരുമാനത്തിലടക്കം ആ വിഷയങ്ങളടക്കം സജീവമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് UDFന്റെ തീരുമാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിലൊരു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്ന പരിപാടിയുടെ സ്ഥലത്താണ്. അവിടെ അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്ത് നേതാക്കൾ എത്തും. മാത്രവുമല്ല, വിവിധയിടങ്ങളിൽ ഇന്ന് വൈകിട്ട് KM ഷാജിയുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മണ്ഡലത്തിലുണ്ട്. സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിന്റെ പ്രചരണം അത് ഇന്ന് നടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. പ്രധാനമായും ഒന്ന് നിലമ്പൂർ നഗരസഭയിലും അതോടൊപ്പം തന്നെ മൂത്തേടം പഞ്ചായത്തിലുമാണ് ഇന്ന് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ PV അൻവർ അടക്കം ഉയർത്തുന്ന ഭീഷണി, അത്തരത്തിൽ വോട്ട് ചോർച്ച ഒഴിവാക്കുക എന്ന ലക്ഷ്യവും UDFനുണ്ട്. അത്തരത്തിൽ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് വോട്ട് ചോർച്ച ഒഴിവാക്കാനും UDF ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിപുലമായ ഒരു പ്രചരണം തന്നെയാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴ മണ്ഡലത്തിലുണ്ട്. ആ മഴയെ അവഗണിച്ചു പോലും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രവർത്തകരും വലിയ ആവേശത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസും ലീഗും ഒരുപോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതും ഇത്തവണത്തെ ഒരു സവിശേഷതയായി നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്തായാലും 9 വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ UDF ഉള്ളത്. സുജയ, വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂരാണ് UDF ക്യാമ്പിൽ നിന്ന്.